ഇടുക്കി നെടുങ്കണ്ടം ഇരട്ട കൊലപാതകം ക്രൂര കൊലപാതകം എന്ന് വേണം പറയാൻ. ഒരു കുടുംബത്തിലെ 2 പേരെയാണ് ജീവനെടുത്തത്. അമ്മയെയും ജ്യേഷ്ഠനായ റെജിയെയും കൊലപ്പെടുത്തിയ സജി. പതിവ് പോലെ മദ്യപിച്ച് റെജി, അതായത് ജ്യേഷ്ഠൻ റെജി മദ്യപിച്ച് വീട്ടിൽ വരുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് സജി, കൊലയാളിയായ സജി മദ്യപിച്ച് വീട്ടിൽ വരുന്നു. റെജി മദ്യപിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ അവിടെ അമ്മയും സജിയും ഉണ്ടായിരുന്നു. ജ്യേഷ്ഠനായ റെജിക്ക് സജി ഭക്ഷണം എടുത്തു കൊടുക്കുന്നു രാത്രിയിൽ. അതുപോലെ അമ്മയും ഒരറ്റത്തിരുന്ന് കഴിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. 1 പറഞ്ഞ് 2 പറഞ്ഞ് നിസ്സാരമായ കാര്യം മതിയല്ലോ. ഫുഡ് കഴിക്കുമ്പോഴായിരുന്നാലും അവർക്ക് ഇതങ്ങ് തിളക്കിയല്ലേ, മദ്യം തിളയ്ക്കുന്നു. റെജി ആ വാക്ക് തർക്കത്തിനിടയിൽ ഫുഡ് എടുത്തു കൊടുത്ത സജിയുടെ ദേഹത്തേക്ക് ചോറും പാത്രവും എടുത്തു കയറിയുന്നു. അവിടെ അപ്പോൾ ഭയങ്കര അടിയായി. റെജിയെ തള്ളിയിടുന്നു സജി, അതായത് ഈ കൊലയാളിയായ സജി. സജി തള്ളിയിട്ടിട്ട് റെജിയുടെ തലയ്ക്ക് ആഞ്ഞു ചവിട്ടുകയും അതുപോലെ തോർത്തു മുറുക്കി മരണമുറപ്പ് വരുത്തുന്നത് വരെ ചവിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിനിടയിൽ വെച്ചിട്ട് ഈ സൗണ്ട് എല്ലാം കേട്ടുകൊണ്ട് അമ്മ വേറെ ഒരറ്റത്തിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അമ്മ ഓടി വരികയും അമ്മ തടയാൻ നോക്കിയപ്പോൾ അമ്മയെ അതിക്രൂരമായിട്ട് സജി കൈ വലിച്ചൊടിച്ചു. എന്നിട്ട് ഭിത്തിയിൽ ചേർത്ത് വെച്ച് ഇടിച്ചു അവരെയും കൊലപ്പെടുത്തി. അപ്പോൾ നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം. ഇതിന് പിന്നിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. 4-ാം തീയതിയാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്. അന്നേ ദിവസം റെജി എന്നും പറയുന്ന കൊല്ലപ്പെട്ട സജിയുടെ സഹോദരൻ മദ്യപിച്ച് വീട്ടിലെത്തി. ഈ സമയത്ത് റെജിക്ക് സജി ഭക്ഷണം എടുത്തു കൊടുത്തു. ഈ സമയത്താണ് ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനിടയിൽ റെജി തന്റെ കയ്യിലിരുന്ന ഭക്ഷണം എടുത്ത് കൊടുത്തിട്ട് മുണ്ടാതെ അങ്ങ് മാറിപ്പോയെങ്കിൽ ഒരു വിഷയം ഇല്ലായിരുന്നു അവിടെ. ഇത് ഭക്ഷണം എടുത്ത് കൊടുത്തപ്പോൾ ആ മറ്റോന്റെ ഉള്ളിനകത്ത് സാധാരണ മദ്യം അടിച്ചിടുന്ന വയറ്റി കിടക്കണമെന്നൊരു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് തിളച്ച് അങ്ങോട്ട് കയറുമ്പോൾ വായിരിക്കുന്നതെല്ലാം ജ്യേഷ്ഠനായ റെജി ഇങ്ങനെ അങ്ങ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഇപ്പുറത്ത് നിൽക്കണവന് വൈരാഗ്യം ഉണ്ടായി. അതാണ് ഇതിനെല്ലാത്തിനും കാരണം. ചോറടങ്ങിയ പ്ലേറ്റ് വലിച്ചെറിയുകയും സജിയുടെ ദേഹത്ത് വീഴുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ സജി ജ്യേഷ്ഠനെ വളരെ മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിച്ച് താഴെ വീണ റെജിയെ ഏതാണ്ട് 20 മിനിറ്റോളം ഷൂസ് ഇട്ട കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചു. അതിനുശേഷവും ഇദ്ദേഹത്തിന് അനക്കമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സജി അവിടെ ഉണ്ടായിരുന്ന തോർത്ത് ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ മുറുക്കി കെട്ടിയാണ് മരണം ഉറപ്പിച്ചത്. ഇതിനിടയിൽ അമ്മ മേരിക്കുട്ടി തടസ്സം പിടിക്കാനായി എത്തി. ഈ സമയത്ത് പലതവണ സജി അമ്മയുടെ മുഖത്ത് ഇടിച്ചു. അമ്മ ബോധരഹിതയായി താഴെ വീണു. ഇതിനുശേഷം അമ്മയുടെ തല ഭിത്തിയിൽ പലതവണ ഇടിച്ചു എന്നുള്ളതാണ്. പാവം ഒരു പെറ്റമ്മയാണ് ഇങ്ങനെ കാണിച്ചത്. അപ്പോഴവിടെ പെറ്റമ്മയാണ് പോറ്റമ്മയാണ് എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് കിടന്നങ്ങ് തിളക്കിയല്ലേ. തിളയ്ക്കുമ്പോൾ ഇതൊന്നും അറിയാൻ പറ്റൂല. ഭാഗ്യത്തിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഇവർ മൊത്തം 3 മക്കളാണ്. അപ്പം ഈ സഹോദരിയെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ചു. ഈ സംഭവങ്ങൾ 2 എണ്ണത്തിനെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം യവൻ ബുദ്ധിപൂർവ്വം നീങ്ങി. അതിനുശേഷം വരുന്ന ഇലക്ഷൻ ഏപ്രിൽ 4-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ മൃതശരീരങ്ങൾ രണ്ടും എന്ത് ചെയ്യും? ഇവർ 3 പേര് മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അപ്പോൾ ഈ മൃതശരീരങ്ങൾ മാറ്റണമല്ലോ. ആദ്യം കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. പിന്നെ അവിടെ നിന്ന് മാറ്റി വിറക് ഇരിക്കുന്ന ആ അടുക്കള ഭാഗത്തോട്ടാക്കുന്നു. വീണ്ടും എടുത്ത് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുന്നു. ഇങ്ങനെ അവൻ മാറി വെച്ചു. കട്ടിലിൻ്റെ അടിയിൽ 2 ദിവസം ഇരുന്നപ്പോൾ ഇവൻ വീണ്ടും ചിന്തിച്ചു, ഇതിനെ എടുത്ത് വെളിയിലോട്ട് കളഞ്ഞാൽ ഇത് നായ്ക്കളൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോകും. കെട്ടിപ്പൊതിഞ്ഞ് വരിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്, കെട്ടി ഇറുക്കി വെച്ചേക്കുവാണ് 2 എണ്ണത്തിന്. എന്നിട്ട് യമൻ കുഴിയെടുത്ത് ചാണകക്കുഴിയിൽ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. പണ്ടത്തെ ഒരു ചാണകക്കുഴി. ആ കുഴി തോണ്ടിയിട്ട് അപ്പം അതിൻ്റെ മുകളിൽ ഏലോ അങ്ങനെ എന്തൊക്കെയോ നട്ടിരുന്നു, ഗ്രാമ്പുവോ ഏലോ എന്തൊക്കെയോ നട്ടിരുന്നു. കുമ്മായമൊക്കെ വിതറി പിന്നെ അതിൽ ഏലം നട്ടുവെച്ചു. എങ്ങനെയുണ്ട് കളി? എന്നാലും അപ്പോഴും ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ നാട്ടുകാർ തിരക്കൂലേ. നോക്കുമ്പോൾ അമ്മയും മകനെയും കാണുന്നില്ല, യവനെ മാത്രം കാണുന്നുണ്ട്. യവൻ ഇലക്ഷന് വോട്ടിടാൻ പോകുന്നുണ്ട്. കൂളായിട്ട് പോയി വോട്ടിട്ടിട്ടൊക്കെ പുള്ളിക്കാരൻ വന്നു. അപ്പോഴൊക്കെ ആളുകൾ
തിരക്കുമായിരുന്നിട്ടുണ്ട്. ഇവരെ കണ്ടില്ലല്ലോ, ഓട്ടിടാൻ കണ്ടില്ല. മോളെ അന്വേഷിക്കാൻ പറ്റൂല, അതിനകത്ത് മോളെ കയറ്റാൻ സമ്മതിക്കൂല. കാരണം കയറുമ്പോൾ അവൾ ഓരോന്നും കണ്ടുപിടിക്കും. ഇവൻ ഈ സഹോദരിയെ വിലക്കി, നീ ഇങ്ങോട്ട് വരരുത്, ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് വിലക്കി, വരരുതെന്ന് പറഞ്ഞ്, പിന്നെ വന്നാൽ നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് അതിന് പേടിച്ചിട്ട് ഈ അമ്മയെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. ഫോൺ വിളിച്ച് സുഖകരങ്ങൾ തിരക്കുക. അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഇവർ എടുക്കുന്നില്ല, എന്ത് പറ്റിയെന്നൊന്നും അറിയാനും വയ്യ. അപ്പം ഇതാണ് കാര്യം. സജി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അതിനുശേഷം അന്നേ ദിവസം രാത്രി കട്ടിലിന്റെ അടിയിലാണ് ഈ 2 മൃതദേഹങ്ങളും സൂക്ഷിച്ചിരുന്നത്. ഈ സംഘർഷത്തിനിടയിൽ സജിക്ക് പരിക്കേൽക്കുന്നുണ്ട്. ആ പരിക്ക് പിറ്റേ ദിവസം പോയി മരുന്ന് മേടിക്കുന്നു. അതിനുശേഷം മടങ്ങി വന്നതിന് ശേഷമാണ് 2 ദിവസം വീടിന്റെ ഒരു വശത്തുള്ള വിറകുപുരയ്ക്ക് സമീപത്ത് ഈ 2 മൃതദേഹങ്ങളും സൂക്ഷിക്കുന്നത്. അതിനുശേഷം 3-ാമത്തെ ദിവസം രാത്രി അർദ്ധരാത്രിയോടുകൂടി അവിടെ ചാണകക്കുഴി ഉണ്ടായിരുന്നു. മുൻപ് പശുവിനെ വളർത്തിയപ്പോൾ ചാണകക്കുഴിയായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലം, അവിടെ ഏലച്ചെടികൾ ഉണ്ടായിരുന്നു. ആ ഏലച്ചെടികൾ പിഴുതു മാറ്റിയതിനു ശേഷം ഈ 2 മൃതദേഹങ്ങളും അവിടെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടി. അതിനുശേഷം വീണ്ടും ഏലച്ചെടികൾ നട്ട് അവിടെ കരിയിലയിട്ട് മൂടി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. അതോടൊപ്പം തന്നെ ഈ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി രക്തം പുരണ്ട വസ്ത്രങ്ങളൊക്കെ സമീപത്തിട്ട് കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് സജി പറഞ്ഞിരിക്കുന്നത്. സ്വത്ത് തർക്കം, അതായത് ഈ അവർക്കുണ്ടായിരുന്ന 1.5 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി വീതം വെക്കാൻ റെജി സമ്മതിച്ചിരുന്നില്ല. കൂടാതെ പിതൃത്വം പലതവണ ചോദിച്ചു. റെജി എന്ന് വെച്ചാൽ മൂത്തവൻ, അതായത് ഈ സജി ആണല്ലോ ചോറ് ഇട്ട് കൊടുക്കുന്നത്, ചോറ് കഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. മദ്യം അടിച്ചിട്ട് വന്നിട്ടാണ് മറ്റവന് ചോറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ TV കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ആ TV സൗണ്ട് കൂടുകയോ എന്തോ ചെയ്തെന്നും പറഞ്ഞ് ഇവൻ ഓഫാക്കി, ഈ കൊലയാളി ഓഫാക്കി. അവന്മാർക്ക് അപ്പോഴ് എന്താണ് ചെയ്യണത് എന്നൊന്നും അറിയാൻ പറ്റില്ല, എല്ലാ രീതിയും ചെയ്ത് കളയും. അങ്ങനത്താണ് കുറേ എണ്ണം. ചോദ്യം ചെയ്തിരുന്നു. സജിയുടെ പിതൃത്വം ചോദ്യം ചെയ്തു. കൂടാതെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ 3 കാരണങ്ങളാണ് ഈ കൊലയ്ക്ക് കാരണമായിട്ട് സജി. ഈ 1.5 ഏക്കർ ഭൂമിയിൽ ജ്യേഷ്ഠനായ റെജി അത് വീതം വെക്കാൻ സമ്മതിക്കുന്നില്ല. അമ്മയോടൊക്കെ പല പ്രാവശ്യവും ഈ സജി പറഞ്ഞു, പക്ഷെ സമ്മതിക്കുന്നില്ല. സജിക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനും അവരൊന്നും പറയുന്നില്ല, വീട്ടുകാർ ഒത്തു നിൽക്കണില്ല. അല്ലെങ്കിൽ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ കഴിച്ചോണ്ട് പോയി, ഇനി ഏതെങ്കിലും പെണ്ണുങ്ങളെ കാണാൻ ഇനി പ്രേമിച്ച് വെച്ചേക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കും. അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അതിന് വക ചോദിക്കുന്നു. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവൻ ചിന്തിച്ചത് വേറൊന്നും അല്ല, എല്ലാ എണ്ണത്തിനെയും അങ്ങ് കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അവൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ ആയിരുന്നാലും വിളിച്ചോണ്ട് വന്ന് അവിടെ താമസിക്കാമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. ഇനി ആരെയും ശല്യം ഉണ്ടാവൂലല്ലോ എന്ന് ചിലപ്പോൾ വിചാരിച്ച് കാണുമായിരിക്കും. പിന്നെ ഈ ജ്യേഷ്ഠ റെജി പറയുന്നത് പല ദിവസങ്ങളിലും ഇവൻ്റെ അടുത്ത് പറയുമായിരുന്നു, ആ അച്ഛൻ്റെ മോനല്ല നീ വേറെ ഏതോ തന്തയിലുള്ളതാണെന്ന്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം അവൻ്റെ മനസ്സിലങ്ങ് കിടക്കുകയല്ലേ. ഒരു ടെസ്റ്റുണ്ട്, ഈ അച്ഛനെന്ന് പറയുന്ന ഈ ആളിനെ 2018 മുതൽ കാണാനില്ല. മരണപ്പെട്ടോ അതോ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയാൻ വയ്യ. പക്ഷെ സംഭവം ഇപ്പം പോലീസിന് തന്നെ എല്ലാവർക്കും സംശയമായിട്ടിരിക്കണത് ഇതുപോലെ യവൻ തീർത്തതായിരിക്കും. പോരെങ്കിൽ ജ്യേഷ്ഠൻ പറയുന്നല്ലോ, അച്ഛൻ നീ ആ അച്ഛൻ്റെ മോനല്ലെന്ന് എന്ന് പറഞ്ഞപ്പം ചിലപ്പോൾ ഇനി അതുകൊണ്ട് അതിൻ്റെ വൈരാഗ്യം തീർത്തതാണെന്നറിയില്ല. ഇനിയിപ്പം യവനിൽ നിന്നും ഓരോന്നും കണ്ടുപിടിക്കും. അപ്പോൾ വൈരാഗ്യം കയറ്റിയത് ഈ ജ്യേഷ്ഠനാണ്. അതിനെന്താ അവനെ തീർക്കുകയും ചെയ്തു. ആ പാവപ്പെട്ട അമ്മയൊന്നും ചെയ്യണ്ടായിരുന്നു. പറയുന്നത് എന്തായാലും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇനി സജിയെ. മാത്യു, പ്രത്യേകിച്ച് സജിയുടെയും റിജിയുടെയും പിതാവായിട്ടുള്ള മാത്യുവിന്റെ തിരോധാനം 2018 സംഭവിച്ചതാണ്. അപ്പോൾ ആ കേസ് അടക്കം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അത് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ശേഷമായിരിക്കും അത്തരം നടപടികൾ. പേരുമൂട് സബ് ജയിലിൽ ആണിപ്പോൾ, റിമാൻഡിലാണ്. ഇനി അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്യലിലൂടെയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ട് ഇവന് ഒരു കൂസലും ഇല്ല. എന്തൊക്കെയാണ് നടന്നത്, അവൻ ചെയ്തത്, അവൻ അച്ചിലിട്ട് വാർത്തതുപോലെ എല്ലാ കാര്യങ്ങളും അവൻ വെളിപ്പെടുത്തി. അവൻ ഇന്നത് ചെയ്തു, പല ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചു എന്നാണ് ഇവൻ പോലീസിൻ്റെ അടുത്ത് പറയണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വത്ത് തർക്കം,
അങ്ങ് എന്തെങ്കിലും അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു വിഷയം ഉണ്ടാവൂലായിരുന്നു. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ട് വരണ കാര്യം പറഞ്ഞപ്പോൾ ഒന്നുകിൽ അതും അങ്ങ് സമ്മതിച്ചെങ്കിൽ ഇതൊന്നും ഉണ്ടാവൂലായിരുന്നു. അവനെ ഏതെങ്കിലും പെമ്പിളരെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് ആ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനോട് വീട്ടുകാർക്ക് ചിലപ്പോൾ എതിർപ്പായിരിക്കും. പിന്നെ അതുപോലെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു ജ്യേഷ്ഠൻ. ഇനി ചോദ്യം ചെയ്യൂലല്ലോ, എല്ലാം അവസാനിച്ചു ഉണ്ടാവുക. കാരണം വരും ദിവസങ്ങളിൽ പോലീസിനെ സംബന്ധിച്ച് തിരക്കുള്ള ദിവസങ്ങളാണ്. മംഗളാദേവിയിൽ ചിത്ര പൂർണ്ണമി ഉത്സവം നടക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികളുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമുണ്ടാവുക. ശ്രീജ, 3 ദിവസമായപ്പോഴാണ് ഇതിനെ മറവ് ചെയ്യാനായിട്ട് ഇവൻ സ്വന്തമായിട്ട് പാതിരാത്രിയിൽ പോയി ഒരു കുഴിയാണെന്ന് തോന്നുന്നു, ഒരു കുഴിയിൽ 2 എണ്ണത്തിനെയും കൂടെ എടുത്തിട്ട് പിന്നെ പോലീസിന് അവിടെ നിന്ന് തോണ്ടിയെടുക്കേണ്ട ഒരു ഗതികേട് വന്നു. പിന്നെ ഇവൻ ഒളിവിൽ പോവുകയാണ് ചെയ്തത്. കുറച്ച് ദിവസമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇലക്ഷനും അവിടെ എവിടെയൊക്കെ ഇങ്ങനെ വോട്ടിടാനൊക്കെ പോയി. അന്വേഷണം നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇവൻ ഏതോ ഒരു പാറമടയിലോ അങ്ങനെയെങ്ങാണ്ട പോയി പാറയുടെ ഇടയിലാണ് അവൻ ഇരുന്നത്. എങ്ങനെയായാലും അവിടെ നിന്ന് അവനെ പൊക്കിയെടുത്ത് അച്ഛനെ ഇവൻ തീർത്തതാണോ എന്നറിയാൻ വയ്യ. മിക്കവാറും അത് തീർത്തതാണ്. അത് സഹോദരി വന്ന് മീഡിയയുടെ മുന്നിലൊക്കെ പറയുന്നുണ്ട്, ഇതുപോലെ അന്നൊന്നും സംശയം തോന്നിയിട്ടില്ലായിരുന്നു, അത് 2018 നടക്കുന്ന സംഭവമാണ്, കാണാനില്ല, അത് എവിടെ പോകണമെന്നും പറഞ്ഞ് പോയതാണ് എന്നാണ് പറയണം. മിക്കവാറും യവൻ എവിടെയോ കൊണ്ടിട്ട് തീർത്തു. യവൻ അതും എവിടെയോ കുഴിച്ചു മൂടി. അവരെ അയൽവാസിയും സഹോദരിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കാം. അതുപോലെ തന്നെ 2012 വേറൊരു സംഭവം ഉണ്ടായി. അവരുടെ വീട്ടിലൊരു പീഡന കേസ് വന്നു. അവരൊക്കെ സജി എന്നാ പെണ്ണ് പറഞ്ഞത്. ചുമ്മാ അല്ല, അവിടെ പീഡന കേസും വന്നു. അപ്പോഴത്തേക്ക് ആ പെൺകുട്ടി പറഞ്ഞെന്ന് സജിയാണത് ചെയ്തതെന്ന്. എന്നിട്ട് എന്തോരം ആ പെൺകുട്ടി എങ്ങോട്ട് പോയി ഒളിച്ച് അവൾക്ക് കറക്റ്റ് പറഞ്ഞുകൂടായിരുന്നു. ചിലപ്പോൾ പേടിച്ചിട്ട് പറയില്ലേ, ഉമ്മാരല്ലേ ഹാലിളകി പിശാചുക്കളാണൊക്കെ നടക്കുകയല്ലേ, അതുകൊണ്ട് ചിലപ്പം പേടിച്ചിട്ട് പറയാത്തതായിരിക്കും. കൊള്ളാം. അപ്പം പീഡന വീരനുമാണ് കേട്ടോ. അതും ഞങ്ങൾക്ക് ഈ സജീവിന്റെ സംശയം. ഇപ്പോഴാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് സംശയം, ഇവരെ തന്നെ സംശയം. തീർച്ചയായും നാട്ടുകാരങ്ങനെ പല ദുരൂഹമായ സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല സംഭവങ്ങൾക്കും ഉത്തരവാദി സജിയാണ് എന്ന നിലയ്ക്കാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ വരുന്നത്. പ്രധാനപ്പെട്ടത് അതിൽ എടുത്തു പറയേണ്ട 2018 മാത്യുവിന്റെ തിരോധാനമാണ്. മാത്യുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ മാത്യു എന്ന് പറഞ്ഞ അച്ഛനെ ഇതുപോലെ അവൻ കൊലപ്പെടുത്തിയതായിരിക്കും. എന്നിട്ട് ഒന്നുകിൽ എവിടെ അവൻ കുഴിച്ച് താത്തു. എന്നിട്ട് പറയണത് കാണാനില്ല. 1 മാസം വരെ പോലീസ് അന്വേഷിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അനക്കോ ഇല്ലാതെ പോയി. അതാണ് കാര്യം. അത് സജി കൂടി എന്താണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പറയുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമുക്കപ്പോൾ ഈ സജിയുടെ സഹോദരി മരിച്ച മേരിക്കുട്ടിയുടെ മകൾ സിനി ചേരുന്നുണ്ട്. ശരി, 2018 മാത്യു നിങ്ങളുടെ പിതാവിന്റെ തിരോധാന സമയത്ത് സജിയെ സംശയിച്ചിരുന്നു? ഇല്ല, അന്നേരം ഒന്നും സംശയിച്ചില്ലായിരുന്നു. ഇപ്പൊ ഇത് വന്നത് കൊണ്ടാണ് അങ്ങനെ സംശയം പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു 2018 ഈ നിലയിൽ അക്രമാസക്തനായിരുന്നു സജി ആ സമയത്ത്? ആ സമയത്തൊന്നും കുഴപ്പമില്ലായിരുന്നു അല്ലേ, പിന്നെ സ്മോൾ അടിക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, മാന്യൻ. അതാണ് ഇപ്പം ഇങ്ങനെ കാണിച്ചത്. അന്നേ അതിൻ്റെ രീതിക്ക് അവനെ പിടിച്ചെവിടെയെങ്കിലും കെട്ടിയിടെ വല്ല മെൻ്റൽ ആശുപത്രിയിലാണ് ആക്കി അവിടെ എങ്ങാനും കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയിട്ടിരുന്ന് കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇത് വീട്ടുകാർ തന്നെയാണ് വളം വെച്ച് കൊടുക്കണത്. ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ ഒന്നുകിൽ ഒത്തുകൂടിയിട്ട് ഇതിങ്ങനെ എങ്ങാനും ചെയ്യണം, വല്ല മെൻ്റൽ ആശുപത്രിയിലാണ് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ഇടണം. അപ്പോഴേ അവന്മാർ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ അത് കേസ് കൊടുത്ത് അവനെ പിടിച്ച് ജയിലിൽ അങ്ങനെ കൊണ്ടിടണം. അത് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർ അങ്ങനെ ഇട്ടേക്കൂല. യവന്മാർ എത്രത്തോളം കുടുംബം മുടിപ്പിക്കാനായിട്ട് നടക്കണവന്മാരെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അന്നേരം അച്ഛനാണേലും വഴക്ക് പറയുമായിരുന്നു, 2 പേരോട് വഴക്കുണ്ടാക്കുന്നു, കള്ളടിക്കരുതെന്നും പറഞ്ഞുകൊണ്ടൊക്കെ അന്നേരം അടിക്കുമായിരുന്നു. പിതാവുമായി ആ സമയത്ത് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അച്ചാച്ചൻ പറയുമായിരുന്നു കള്ളടിക്കല്ലെന്ന് പറയുമായിരുന്നു. അപ്പം ചുമ്മാ അല്ല, അച്ചാച്ചനുമായിട്ടും തർക്കം ഉണ്ടായിരുന്നു. ഈ സഹോദരി ഒന്നും വിട്ട് പറയാത്തതാണ്. ഈ സ്മോൾ അടിക്കുന്ന വഴക്ക് പറയുന്നുള്ള വൈരാഗ്യം അല്ലാതെ വേറെ വൈരാഗ്യങ്ങളൊന്നും ഇല്ല. അത് മതി. അന്ന് പിതാവുമായി എന്തെങ്കിലും സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇല്ല. ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് വന്നിട്ട് തിങ്കളാഴ്ച രാവിലെ നെടുങ്കണ്ടം പോയതാന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം കണ്ടിട്ടില്ല. കാണാതായി എന്ന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് വേണ്ടത്ര നിലയിൽ അന്വേഷണം നടത്തിയിരുന്നു? അവര് 1 മാസത്തോളം അന്വേഷിച്ചായിരുന്നു. 1 മാസത്തോളം അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടിട്ടില്ല. എല്ലായിടത്തും പോയി തന്നെ അന്വേഷിച്ചായിരുന്നു, ഇതുവരെയും കണ്ടിട്ടില്ല.
അറിയില്ല. എവിടെ പോയിട്ടുണ്ടാകുമെന്നായിരുന്നു അന്ന് സംശയിച്ചിരുന്നത്? എങ്ങനെയാണ് കാണാതായത് അന്ന് സംശയിച്ചിരുന്നത്? എവിടോട്ടോ പോയി എന്നായിരുന്നു. എങ്ങോട്ടോ പോയി. പിന്നെ ജമ്മു കാശ്മീർ വരെ ഞങ്ങൾ അന്വേഷിച്ചു. പഠിച്ച അനിയൻ അവിടെയാ. അവിടെ എല്ലാം അന്വേഷിച്ചു. എവിടെ എത്തിയിട്ടില്ലായിരുന്നു. അല്ല, അങ്ങനെ ഏതെങ്കിലും യാത്ര പോകുന്നതിനെ കുറിച്ച് അന്ന് എവിടെ എത്തിയിട്ടില്ല. അവൻ ഇവിടന്നേ തീർത്ത് എവിടെയോ തീർത്ത് കുഴിച്ചിട്ട് എന്നിട്ടാണ് ഇനിയിപ്പോൾ എവിടെ എത്തിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് കൂളായിട്ട് വിലസി നടന്നു. അതുപോലെ വിചാരിച്ചിട്ടുണ്ട്. അച്ഛനെ അവനാണ് തീർത്തത്. അവൻ വിചാരിച്ചിട്ടുണ്ട് അമ്മയായ മേരിക്കുട്ടിയെയും ജ്യേഷ്ഠൻ റെജിയെയും യവൻ കൊലപ്പെടുത്തി. ഇതും അതുപോലെ വിചാരിച്ചിട്ടുണ്ട്. ആ അച്ഛൻ മാത്യുവിനെ യവനാണ് കൊന്നിട്ടുള്ളത്. അയാള് വേറെങ്ങും പോയതൊന്നുമല്ല. യവൻ തന്നെയാണ് അത് തീർത്തത്. ഇനി ഇപ്പൊ പോലീസ് അന്വേഷണത്തിലൂടെ യവന്റെ ഇത് അച്ഛനെ കൊന്നത് യവനാണോ എന്നുള്ളതെല്ലാം ഇനിയിപ്പോൾ മനസ്സിലാവും. ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും ഇനി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പുറത്ത് എന്തായാലും വരാതിരിക്കൂല. രണ്ട് മദ്യപാനികളും കൂടെ തമ്മിൽ കൂട്ടയടി കൂടി അവന്മാർ തീർന്നാലും ആ അമ്മയെ വെറുതെ വിട്ടിരുന്നെങ്കിൽ പാവം.